ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുമുള്ള ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ആസിഫും അതുപോലെ തന്നെ ക്യാമറ പേഴ്സൺ അരുൺ ഹൂനികനും ചേർന്നിട്ടാണ്. ഇവർ രണ്ടുപേരുമാണ് സൈന്യത്തിനൊപ്പം പ്രഭവ കേന്ദ്രത്തിലേക്ക്, രക്ഷാദൗത്യം നടക്കുന്ന പ്രഭവ കേന്ദ്രത്തിലേക്ക് ഇവർ രണ്ടുപേരുമാണ് അതീവ ദുഷ്കരമായ പാതയിലൂടെ അവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ കൃത്യമായി സൈന്യത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഇവർ അവിടേക്ക് എത്തിയിരിക്കുന്നത്. ആസിഫ്, ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പ്രഭവ കേന്ദ്രം, അതായത് ആ ആദ്യ വീട് നിന്ന സ്ഥലത്തേക്കാണ് അരുണും ആസിഫും ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ എവിടെയാണ് എത്തിയത്? നമ്മൾ ആ പ്രഭവ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ 20 മിനിറ്റ് പറഞ്ഞെങ്കിൽ പോലും ഈ സൈന്യത്തിൻ്റെ വേഗത നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അവർ വളരെ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ ഒരു ദൗത്യഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾക്ക് സ്വാഭാവികമായും അവരുടെ വേഗത്തിനൊപ്പം എത്തുക പ്രയാസമായിരിക്കാം. അത്രത്തോളം ട്രെയിനിങ് ലഭിച്ച ആളുകളാണ്. നമ്മൾ 20 മിനിറ്റ് പറഞ്ഞെങ്കിൽ അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർ ആ ഒരു പ്രഭവ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്തു കൂടിയാണ്, വീടുകളുടെ അടിത്തറ. നമ്മളുടെ ടീമിനൊപ്പം നമ്മളുടെ ഡ്രൈവർ ഗോകുൽ കൂടി ഉണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയണം. കാരണം ഗോകുലാണ് നമ്മളെ എല്ലാ തരത്തിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എക്യുപ്മെൻസുകൾ ഏതെങ്കിലും തരത്തിൽ മഴയോ മറ്റോ വീഴാതെ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അടക്കം ഗോകുലാണ്. അങ്ങനെ ആ ഒരു ഗോകുൽ കൂടി നമ്മുടെ ടീമിനൊപ്പം ഉള്ള. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെയായിരുന്നു ഒരു വീടുണ്ടായത്. പ്രഭവ കേന്ദ്രത്തിലെ വീടുകളാണ് ഇത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു, അതിന് മുകളിൽ മറ്റൊരു വീടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മളുടെ ആദ്യ പോയിന്റിൽ തൊട്ട് മുകളിലാണ് ആദ്യം തകർന്നു പോയ വീടുള്ളത്. ആ വീടിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് നൽകാം. ആ വീടുണ്ടായിരുന്ന പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നൽകാം. സാറേ, ഇതാണോ സാറേ ഇവിടെ? പക്ഷേ ഇതിൻ്റെ അപ്പുറത്തും വീടുണ്ട്. ഫസ്റ്റ് വീടെന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ പോകേണ്ടതുണ്ട്. ഇത് ഈ 3 ഒരേ ലൈനിലുള്ള വീടുകളായത്. സാറേ, ആ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒരു പക്ഷേ ആളുകൾ ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ട്. അങ്ങോട്ട് പോവാം. ഓക്കെ, അങ്ങോട്ട് പോവാതെ. ഓക്കെ, തീർച്ചയായും നമ്മൾക്ക് ഫസ്റ്റ് വീട് ഇവിടെ നിന്ന് കാണാം സ്വാതി. പക്ഷെ അത് പൂർണ്ണമായും തകർന്ന് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, ഈ സൈനിക ഉദ്യോഗസ്ഥനൊപ്പം നിൽക്കുന്നത് ഒരു വീടുണ്ടായിരുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി ആദ്യ വീട് അതിൻ്റെ മേൽക്കൂര അടക്കം, വാർക്ക് കെട്ടിടമാണ്, അതിൻ്റെ മേൽക്കൂര അടക്കം തകർന്ന് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു പരിശോധന നടത്തേണ്ടി വരും എന്നുള്ള കാര്യമാണ് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും നമുക്ക് ചില സജ്ജീകരണങ്ങൾ കൂടി വരുത്തുന്നത്. നമ്മുടെ മൈക്കിൻ്റെ ബാറ്ററി അടക്കം ഒന്ന് നമ്മൾ ചെറുതായിട്ട് മാറുന്നുണ്ട്. ആ ഒരു സമയത്തടക്കം നമുക്ക് ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കാം. എന്തായാലും ആ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യ വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാം. ഇപ്പോൾ ആ സൈന്യം കറക്റ്റ് ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വീടുകളിൽ കയറി തെരച്ചിൽ നടത്തുകയാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അരുണേ, ബാറ്ററി. സൈന്യത്തിന്റെ അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിന് ഒപ്പമാണ് ന്യൂസ് മലയാളം ടീമും നീങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ്. കാരണം ആ പ്രഭവ കേന്ദ്രത്തിൽ, അതായത് ഈ ദുരന്തമുണ്ടായ സംഭവ സ്ഥലത്തുള്ള വീടുകളിലാണ് സൈന്യം ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതടക്കം സൈന്യം അതിനുള്ളിൽ കയറി പരിശോധിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ന്യൂസ് മലയാളം ടീം, അതായത് നമ്മുടെ റിപ്പോർട്ടർ ആസിഫ്, അതുപോലെ തന്നെ ക്യാമറ പേഴ്സൺ അരുൺ ഹൂനികൻ, ഡ്രൈവർ ഗോകുൽ, ഇവർ 3 പേരും അടങ്ങുന്ന ടീമാണ് ഇപ്പോൾ ഈ ഒരു പ്രഭവ കേന്ദ്രത്തിലെത്തി അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെയാണ്, ഈ ദൃശ്യങ്ങളാണ് ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തിൻ്റെ പ്രധാന ദൃശ്യങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള, എവിടെയാണോ ഈ ഒരു സംഭവം ഉണ്ടായത്, അവിടെ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്. അവിടെ ഏകദേശം 50ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് കൂടെയുള്ള സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. 50ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അവിടെ ഇപ്പോൾ ആകെ കാണാൻ സാധിക്കുന്നത് കൂറ്റൻ കരിങ്കൽ കൂട്ടങ്ങളും ചെളി നിറഞ്ഞ പ്രദേശം മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ജനവാസം കഴിഞ്ഞ ദിവസം കുറച്ച് മണിക്കൂറുകൾ മുൻപ് വരെ ജനങ്ങൾ വസിച്ചിരുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അവിടെ നമ്മുടെ ന്യൂസ് മലയാളം ടീം സൈനികരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയും എല്ലാവിധ സുരക്ഷാ മുൻകരുതലോടും കൂടിയുമാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എത്തി ഏറ്റവും നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ന്യൂസ് മലയാളം ടീം അവിടെ എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ്
ദൃശ്യമാണ്. ക്യാമറ പേഴ്സൺ അരുൺ ഹൂണികന്റെ ക്യാമറയിൽ നിന്നുള്ള ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 കിലോമീറ്ററോളം സൈന്യത്തിനൊപ്പം സഞ്ചരിച്ചാണ് അവിടേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവിടെ നിന്നുള്ള ആ ദൃശ്യങ്ങളും വിവരങ്ങളും സൈനികരുടെ അടുത്തു നിന്ന് ഉള്ള വിവരങ്ങൾ തേടുകയാണ് നമ്മുടെ റിപ്പോർട്ടർ ആസിഫ്. ആ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രഭവ കേന്ദ്രം, അതായത് എവിടെയാണോ കഴിഞ്ഞ ദിവസം വരെ അത്തരത്തിലുള്ള പലതരം ആശങ്കകളുണ്ടായിരുന്നു, എവിടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്? ചൂരൽമലയിലാണോ, അട്ടമലയിലാണോ, മുണ്ടക്കൈയിലാണോ? അതിനുള്ള ആ ഒരു ഉത്തരമാണ് ഇവിടെയാണ് ഇതുണ്ടായത്, ആ ദുരന്തമുണ്ടായ ഭൂമിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ നിന്നാണ് ഒരു മല ഒന്നായി ഒലിച്ചിറങ്ങി താഴേക്ക് മുണ്ടക്കൈയിലേക്കും ചുരൽമല അങ്ങാടിയിലേക്കും ഒക്കെ എത്തിയത്. മൂന്നോ നാലോ കഷ്ണങ്ങളായിട്ട് ഒരു കുന്ന് അങ്ങനെ പിളർന്നു പോയ കാഴ്ച. അവിടെയാണ് പല ജീവനുകളും നഷ്ടമായിരിക്കുന്നത്. 150ഓളം മരണം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ സൈന്യത്തിൻ്റെ തിരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇനിയും അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം. അവരെയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയും അതീവ ദുഷ്കരമായ രക്ഷാദൗത്യം സൈന്യം നടത്തുന്നത്. ആസിഫിന് വീണ്ടും റിപ്പോർട്ട് ചെയ്യാനുള്ള സാധിക്കുമെങ്കിൽ, ഇപ്പോൾ സൈന്യം ആ ഏറ്റവും പ്രഭവ കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നു. അവിടെയുള്ള വീടുകൾക്കുള്ളിൽ കയറിയുള്ള തിരച്ചിലാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരം ലഭ്യമാണോ? ഇനിയും എത്ര വീടുകളാണ് അവിടെ ഉള്ളത്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് തകർന്നു പോയ ആദ്യ വീട്. ആ വീടിന്റെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ പങ്കുവെക്കുമ്പോൾ കാണാൻ കഴിയും സ്വാതി. കാരണം അത് പൂർണ്ണമായ രീതിയിൽ ഇടിഞ്ഞിരിക്കുകയാണ്, താഴേക്കിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ആളുകൾ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ ദുരന്തമുണ്ടായതിന്റെ ഏറ്റവും പ്രഭവ കേന്ദ്രം എത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ ഒരു പ്രകൃതി ദുരന്ത കാണുന്ന ഓരോ അരുണ് ഇങ്ങോട്ടൊന്ന് തിരിച്ചാൽ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം. ഒരു ജീപ്പാണ് അരുണ് ആ ഒരു ഭീകരത കാണിക്കുകയാണ്. ആ ഒഴുകിപ്പോയ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഒപ്പം സൈനിക കൂടിയുണ്ട്. നമുക്ക് ആ ഒരു വൈഡ് വിഷ്വൽ കൂടി അരുൺ അവിടെ നിന്ന് ലഭ്യമാക്കിയതിന് ശേഷം നമുക്ക് ആ വീടുകളുടെ ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങൾ ലഭ്യമാക്കാം. കാരണം ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ജീപ്പിൻ്റെ ഒരു ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ മനസ്സിലാകും. ഇതിന് മുകളിലുള്ള ഏതോ വീട്ടിലുണ്ടായിരുന്ന ഒരു വാഹനമാണ്. ആ വാഹനം തകർന്നു കിടക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു മരം, ഒരു ഭീമാകാരമായ ഒരു മരം. അതായത് അതിൻ്റെ അളവൊന്നും ഒരു പക്ഷേ എനിക്ക് പറയാറില്ല. കാരണം നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മരം. സൈനിക ഉദ്യോഗസ്ഥർ അതിൻ്റെ ഉള്ളിലെല്ലാം കടന്നുള്ള ഒരു പരിശോധനയും തെരച്ചിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളത്. കാരണം ഈ മരങ്ങളുടെ ഒരു കാര്യമുണ്ട്. മരങ്ങളുടെ ഇടയിൽ ആളുകൾ കുടുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ വീടുകളെല്ലാം തകർത്ത് അവർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില്ലുകൾ ഇപ്പോൾ പൊട്ടിച്ച് ആ വീടുകളുടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ നോക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇവിടെ ഒറ്റപ്പെട്ടു പോയ വീടുകളുടെ ചില്ലുകൾ തകർത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇല്ല എന്ന ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അടുത്ത സ്ഥലത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് ഉള്ള ഒരു സാധ്യതകളും കളയരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഈ ഒരു സംഘം മുന്നോട്ട് പോകുന്നത്. അത് അവരുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സുകൾ ഒരു പക്ഷേ കുറവായിരിക്കും. അത് അവർക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്ന എക്യുപ്മെന്റ്സുകളുടെ എണ്ണം അത് കുറവായിരിക്കും. അത് ഒന്നും അവരുടെ ഈ ഒരു പ്രയത്നത്തിന് തടസ്സമാകുന്നില്ല. നമ്മൾ പ്രഭവ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ആദ്യ വീടിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾക്ക് നൽകുകയാണ്. നമ്മൾ അത് അരുണൊന്ന് ഇങ്ങോട്ട് നടന്നു വന്നാൽ ഉടൻ തന്നെ നമ്മൾ ആദ്യ വീടിൻ്റെ ദൃശ്യങ്ങൾ നൽകുകയാണ്. അവിടെ നമ്മളുടെ സൈനിക സംഘം ഇരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ സ്വാഭാവികമായി കാണുമ്പോൾ മനസ്സിലാകും ഇതിൽ എങ്ങനെ തിരച്ചിൽ നടത്തും, നമുക്ക് എന്തൊക്കെ സാധ്യതകൾ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഈ ഒരു സംഘമുള്ളത്.